പശ്ചിമേഷ്യ കടന്ന് യൂറോപ്പിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണ നീക്കമുണ്ടാകുമെന്നും ഇറാന് ശേഷം തുർക്കിയെയാണ് സയനിസ്റ്റ് സൈന്യം ലക്ഷ്യമിടുന്നത് എന്നുമുള്ള അഭ്യൂഹങ്ങളെല്ലാം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു നീക്കം സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഈജിപ്ത് അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനികവൽക്കരണമാണ് ഒന്നാമത്തേതെങ്കിൽ ഇതേ സൈനികവൽക്കരണവും ജാഗ്രതയും ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ചില റിപ്പോർട്ടുകളും നിരീക്ഷണങ്ങളുമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ ശേഷം അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കൂടുതൽ പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നത് എന്നതും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. സൗദി അറേബ്യ ആണവരാജ്യമായ പാകിസ്ഥാനുമായി സൈനിക സഖ്യ കരാറിൽ ഒപ്പുവെച്ചത് സൗദിക്കെതിരെ ആക്രമണം നടന്നാൽ പാകിസ്ഥാന്റെ ആണവായുധം ഉപയോഗിക്കാൻ കഴിയും എന്നതിലാണ്. ഇതിനിടെയാണ് തുർക്കിയെയും ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്ന് ഖത്തർ, നാളെ തുർക്കി എന്ന ക്യാപ്ഷനിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേലി രാഷ്ട്രീയ നേതാക്കൾ പോസ്റ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്വിറ്ററിലും അതുപോലെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ഹാഷ്ടാഗുകൾ നിറയുകയാണ്. നാറ്റോയിലെ പ്രധാന സഖ്യകക്ഷിയായ തുർക്കി മേഖലയിലെ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യവുമാണ്. കിഴക്കൻ മധ്യധരണ്യായ മേഖലയിൽ തുർക്കിയുടെ സാന്നിധ്യം ഇസ്രായേൽ തങ്ങളുടെ ഭീഷണിയായി കണക്കാക്കുന്നുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ കടുത്ത വിമർശകനായാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ അറിയപ്പെടുന്നത്. ഗസ വിഷയത്തിൽ തുർക്കിയുടെ പിന്തുണയും പരസ്യമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇസ്രായേലുമായി നല്ല ബന്ധമുണ്ടായിരുന്ന തുർക്കി പക്ഷേ ഗസയിലേക്കുള്ള ഇസ്രായേലിന്റെ അധിനിവേശത്തെ തുടർന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത് നാം കണ്ടതാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധം തുർക്കി അവസാനിപ്പിച്ചതായി വിദേശകാര്യമന്ത്രി ഹക്കൽ ഫിദാൻ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. 12 ദിവസം യുദ്ധം നീണ്ടുനിന്നു. ഇസ്രായേലിന് കനത്ത നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് അമേരിക്ക ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. ഇറാന്റെ മുതിർന്ന സൈനിക ഓഫീസർമാരെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇറാനും തിരിച്ച് ആക്രമിക്കുന്നത്. അതേസമയം ഫലസ്തീനെ കൂടുതൽ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും തുർക്കി ആക്രമണ ഭീഷണി നേരിടുകയും ചെയ്യുന്നതിനിടെ നാളെ ന്യൂയോർക്കിൽ തുടങ്ങുന്ന UN പൊതുസഭയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ചൊവ്വാഴ്ച US സമയം ഉച്ചയ്ക്ക് 2:30 ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് ഈ മീറ്റിംഗ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ യോഗത്തിലേക്ക് വൈറ്റ് ഹൗസ് ഇതിനകം തന്നെ ക്ഷണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറബ് ഉദ്യോഗസ്ഥരും പറയുന്നത്. സെപ്റ്റംബർ 29 വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ആതിഥേയത്വം വഹിക്കാനിരിക്കുകയാണ്. ട്രംപും അറബ് മുസ്ലിം നേതാക്കളും തമ്മിൽ കാണുകയുമാണ്. പശ്ചിമ രാജ്യങ്ങൾ ഫലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നതിൻ്റെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് തിരിച്ചടിക്കുമെന്ന ഇസ്രായേലിൻ്റെ ഭീഷണിയും നിലനിൽക്കുകയാണ്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കകളായിരിക്കും ഈ യോഗത്തിലെ പ്രധാന വിഷയം. ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമായിരുന്നു ഇത്. ഇതിന് പുറമെയാണ് തുർക്കിയും ആക്രമണ ഭീഷണി നേരിടുന്നത്. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനും വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നെതന്യാഹുവിനോട് സമ്മർദ്ദം ചെലുത്താൻ അറബ് നേതാക്കൾ ട്രംപിനോട് ആവശ്യപ്പെടും എന്നാണ് കരുതുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് അബ്രഹാം കരാറുകളുടെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം എന്നുമാണ് UAE ഇതിനകം തന്നെ US-നെ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിലെ പ്രധാന വിദേശ നയ നേട്ടമായിരുന്നു അബ്രഹാം കരാർ. കൂടാതെ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ നിരവധി പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കളുമായി ട്രംപ് അതേ ദിവസം തന്നെ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നും വൃത്തങ്ങൾ പറയുന്നു. ഖത്തർ അമീറും പ്രധാനമന്ത്രിയും ഇതിനകം തന്നെ US-ൽ എത്തിയിട്ടുമുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.